നമസ്കാരം, ന്യൂസ് ബസ്സിലേക്ക് സ്വാഗതം. ഒന്നുമില്ലായ്മയിൽ നിന്ന് തേച്ചു മിനുക്കിയാണ് തന്നിലെ നടനെ രൂപപ്പെടുത്തിയതെന്ന് മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങുമെന്നുള്ള ഉറപ്പുമായി അഭിനയ മോഹങ്ങളുടെ അടങ്ങാത്ത അഭിലാഷത്തോടെ അയാൾ കുതിക്കുന്നത് കാണുമ്പോൾ സിനിമാ മോഹികളുടെ സിരകൾക്ക് തീ പിടിക്കും. നമുക്കിനിയും കണ്ടു മതിയായിട്ടില്ലാത്ത ഒരു സിനിമ തന്നെയാണ് മമ്മൂട്ടി. തീക്ഷ്ണമായ നോട്ടത്തെ, പരുക്കൻ ഭാവങ്ങളെ, ഗാംഭീര്യമുള്ള ശബ്ദത്തെ, കൃത്യവും ശക്തവുമായ സംഭാഷണങ്ങളെയെല്ലാം ഹീറോയിസമായി മലയാളി ആഘോഷിച്ചത് മമ്മൂക്കയെ കണ്ടുപഠിച്ചാണ്. മലയാളിയുടെ സ്റ്റൈലിഷ് ഭാവങ്ങളെ മമ്മൂട്ടിയോളം സ്വാധീനിച്ച മറ്റാരുണ്ട്? അയാളെ സിനിമ തേടിച്ചെന്നതല്ല, അയാൾ സിനിമയിലേക്ക് പിറകെ അലഞ്ഞതാണ്. ഇനിയുമേറെക്കാലം മലയാള സിനിമയ്ക്കായി ഉടലും മനസ്സും സജ്ജമാക്കി ഇറങ്ങിയ മമ്മൂട്ടിയെ ഒരു നാട് നെഞ്ചിലേറ്റുകയാണ്. മലയാളത്തിന്റെ മഹാനടൻ അഭിനയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതിനെ ആഘോഷമാക്കുകയാണ് മലയാളികൾ. മമ്മൂക്കിയുടെ തിരിച്ചുവരവിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ ന്യൂസ് ബസ് പോകുന്നത്. സ്വാഗതം. ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മഹാനടൻ മമ്മൂട്ടി ഷൂട്ടിംഗ് സെറ്റിൽ തിരിച്ചെത്തി. മഹേഷ് നാരായൺ ചിത്രം പാട്രിയറ്റിന്റെ ഹൈദരാബാദിലെ ഷൂട്ടിംഗ് സെറ്റിലാണ് മാസ് ലുക്കിൽ മമ്മൂട്ടി എത്തിയത്. എല്ലാവരോടും നന്ദിയെന്നും സ്നേഹമെന്നും മമ്മൂട്ടി പറഞ്ഞു. കേൾക്കാം. പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്ര സ്നേഹത്തിൻ്റെ പ്രാർത്ഥനകളല്ലേ, അത് ഫലം കിട്ടുമെന്ന് തന്നെയാണ് എനിക്കത്. സന്തോഷം എല്ലാവർക്കും. നന്ദി ഓർത്തവർക്കും സ്നേഹിച്ചവർക്കും. ഷൂട്ടിംഗ് സെറ്റിൽ മടങ്ങിയെത്തിയ മമ്മൂട്ടി ഡബിൾ എനർജിയിലാണെന്ന് നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫും മമ്മൂട്ടിയുടെ വരവിൽ അതിയായ സന്തോഷമെന്ന് സംവിധായകൻ മഹേഷ് നാരായണും പറഞ്ഞു. ഒരുപാട് സന്തോഷം. എന്താ പറയുന്നത്, ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ്, ജോലികളാണ്. ഷൂട്ടിംഗ് എന്തായാലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒരു 45-50 ദിവസത്തോളം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കുറച്ച് ബ്രേക്ക് എടുത്ത് ഇവിടെ ഒരു 6 ദിവസം, അത് കഴിഞ്ഞാൽ UK ഷൂട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ക്രൂ വളരെയേറെ സന്തോഷത്തിലാണ്, വളരെ ഹാപ്പിയാണ്. ഒരു 8 മാസത്തെ ഇടവേള, എല്ലാവരുടെയും പ്രാർത്ഥന. ഞാൻ അടിക്കടി ഓരോ പോസ്റ്റിലും ഇടാറുണ്ട്. നമ്മൾ എവിടെ പോയി നിന്നാലും നമുക്ക് തിരിച്ചു വരും, നമുക്ക് എപ്പോഴാണ് ഷൂട്ടിങ്ങിന് വരുന്നത്, ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടെന്ന് പറയുന്ന ഒട്ടനേകം ആളുകളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. വളരെയേറെ സന്തോഷമുണ്ട്. ഇന്ന് ഐശ്വര്യമായിട്ട് തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഡബിൾ എനർജിയിലാണ്, പഴയതിലൊക്കെ വേറെ ലെവലിലാണ് വന്നിറങ്ങുക. സന്തോഷം, വളരെ സന്തോഷം. ഞങ്ങളെല്ലാം ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു ഇത്രയും ദിവസമായിട്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ ഡൽഹി ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് പുള്ളിയുടെ ലീവ് എടുത്തായിരുന്നു. നമുക്കും കുറേ കാലമില്ല ഞങ്ങളെ കണ്ടിട്ട്, കാരണം ഞങ്ങൾ ഏകദേശം ഒരു 10 ദിവസം ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരല്ലേ. അതിനിടയിൽ നിന്ന് പുള്ളിക്കൊരു ഞങ്ങളെല്ലാം മിസ് ചെയ്തൊരു ഫീൽ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. 100 ദിവസത്തോളം ഞങ്ങൾ ഒരുമിച്ച് പല രാജ്യത്തും, പല സ്ഥലത്തും, അസർബൈജാൻ, ദുബായ്, പല രാജ്യങ്ങളും, ഡൽഹി, പല രാജ്യവും പല സ്റ്റേറ്റും ഇങ്ങനെ കറങ്ങി വന്നതല്ലേ. ഹൈദരാബാദിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ മുബഷീർ പി അക്ബർ ചേരുകയാണ്. മുബഷീർ, മലയാളം ഇതുപോലൊരു തിരിച്ചുവരവ് ഇതിനു മുൻപ് ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം അത്രത്തോളം വലിയ ആവേശത്തിലാണ് സിനിമാ ലോകമുള്ളത്. ഈ ഒരു ആഘോഷവും ആവേശവും ഒക്കെ ഈ തിരിച്ചുവരവിൽ മലയാളി ഇത്രത്തോളം ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് മമ്മൂട്ടി ആയതുകൊണ്ടാണ് എന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുന്ന തരത്തിലാണ്. മമ്മൂട്ടിയെ ഒരു നോക്ക് കാണുമ്പോൾ തന്നെ അത്രത്തോളം ആവേശം നമുക്കുണ്ടാകുന്നു. ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ വരുന്നു. യഥാർത്ഥത്തിൽ ഹൈദരാബാദിലെ ആ ഷൂട്ടിംഗ് സെറ്റിൽ നിൽക്കുമ്പോൾ, മമ്മൂട്ടിയുള്ള ആ മണ്ണിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് മുബഷീർ? ഈ ഒരു തിരിച്ചുവരവിനെ എങ്ങനെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്? തീർച്ചയായും റോഷ്നി, ഇവിടെ എത്തിച്ചേർന്ന ഏകദേശം 8 മാസത്തോളം വിശ്രമ ജീവിതത്തിലായിരുന്ന മമ്മൂക്ക വീണ്ടും സിനിമാ സെറ്റിലേക്ക് എത്തിയ സമയത്ത് വളരെ ആവേശത്തോടുകൂടിയായിരുന്നു ഇവിടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ, സംവിധായകനായിട്ടുള്ള മഹേഷ് നാരായണൻ, ബാക്കിയുള്ള നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫ് ഉൾപ്പെടുന്ന സംഘം മമ്മൂക്കയെ വരവേറ്റിരുന്നത്. മലയാളികൾ നൽകേണ്ട ഒരു വരവേൽപ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ആളുകൾ തന്നെയാണ് ഉണ്ടായിരുന്നെങ്കിലും അവരൊക്കെ തന്നെ നൽകി എന്നുള്ളതാണ്. ഏറെ നേരം ഇവിടെയുള്ള പ്രവർത്തകരുമായിട്ട്, സിനിമാ പ്രവർത്തകർ, സംവിധായകരൊക്കെ തന്നെ സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം കഥാപാത്രത്തിന് വേണ്ടി വസ്ത്രം മാറുന്നതിന് വേണ്ടി തൊട്ടപ്പുറത്തുള്ള കാരവനിലേക്ക് പോയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരാഴ്ചയോളം ഷൂട്ടിംഗ് നീണ്ടു നിൽക്കുന്ന ഈ ഹൈദരാബാദ് നഗരമധ്യത്തിൽ തന്നെയുള്ള ബസ് ഭവൻ എന്ന് പറയുന്ന TSRTCയുടെ ഒരു ആസ്ഥാന കേന്ദ്രം. ഷൂട്ടിങ്ങിന് വേണ്ടി അവർ പ്രത്യേകം സജ്ജമാക്കിയതാണ്. അതിൻ്റെ ഉപകരണങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും. ആ മേഖലയിലാണ്. അങ്ങോട്ടേക്ക് ഇന്ന് ഏകദേശം 10:30 കൂടിയായിരുന്നു മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ 369 എന്ന് പറയുന്ന ഏത് മലയാളിക്കും കണ്ടാൽ തിരിച്ചറിയുന്ന അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ നമ്പർ, വെൽഫെയർ വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. സംവിധായകൻ മഹേഷ് നാരായണനായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നത്. അതിനുശേഷം മമ്മൂക്കയുടെ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോഷ്നി. അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച
അദ്ദേഹത്തെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച ആളുകളെയൊക്കെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവർക്കും നന്ദിയുണ്ട്, നല്ല മനസ്സുള്ളവരുടെ പ്രാർത്ഥന, സ്നേഹത്തോടെയുള്ള പ്രാർത്ഥന, അത് ദൈവം കേട്ടു. അത് തന്നെയാണ് താൻ തിരിച്ചുവരവിന് കാരണമായത്. കൈകൂപ്പിക്കൊണ്ട് എല്ലാവരോടും നന്ദി പറയുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. മാസ് ലുക്കിൽ തന്നെയായിരുന്നു മമ്മൂക്ക ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. മലയാള തനിമയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, മുണ്ടും ഒരു ഷർട്ടും ധരിച്ചുകൊണ്ട്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ ധരിച്ച് പുഞ്ചിരി തൂകിയെത്തിയ മമ്മൂക്കയെ വലിയ വരവേൽപ്പോടുകൂടി തന്നെയായിരുന്നു ഇവിടെ സ്വീകരിച്ചത്. എന്തായാലും ഷൂട്ടിംഗ് ഈ ഒരു മേഖലയിൽ തുടരുകയാണ്. ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ 6 ദിവസമാണ് ഇവിടെ ഷൂട്ടിംഗ് നീണ്ടു നിൽക്കുക. 6 ദിവസം ഈ ഹൈദരാബാദിലെ ഈ മേഖലയും അതോടൊപ്പം തന്നെ മറ്റു ചില ഇടങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന് പറയുന്ന ഈ സിനിമയുടെ ചിത്രീകരണം നടക്കുക. അതിനുശേഷം അദ്ദേഹം ശ്രീലങ്കയിലോട്ടും അതുപോലെ തന്നെ UK പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന 6 ദിവസങ്ങൾ സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ് ഇവിടെ ചിത്രീകരിക്കാൻ പോകുന്നത്. നമുക്കറിയാം 17 വർഷത്തിന് ശേഷം മലയാളത്തിൻ്റെ പ്രിയ താരങ്ങളായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടിയും സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്ന ഒരു സിനിമ എന്ന പ്രത്യേകതയും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിനുണ്ട്. അതോടൊപ്പം തന്നെ സമീപകാലത്ത് മലയാള സിനിമയിൽ ഇറങ്ങാൻ പോകുന്നതിൽ ഏറ്റവും ചെലവേറിയ ഒരു സിനിമ എന്ന പ്രത്യേകത ഉൾപ്പെടെയുണ്ട്. മമ്മൂക്കയും ലാലേട്ടനെയും കൂടാതെ കുഞ്ചാക്കോ ബോബനുണ്ട്, നയൻതാരയുണ്ട്, ഫഹദ് ഫാസിൽ ഉൾപ്പെടെയുള്ള വലിയ താരനിരയുണ്ട്. സ്വാഭാവികമായിട്ടും മലയാളികൾ കാത്തു നിൽക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി വിഷുവിന് തന്നെ ഈ ഒരു സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്നുള്ളതാണ് ആൻഡോ ജോസഫ് നമ്മളോട് വ്യക്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ തന്നെ മമ്മൂക്ക എത്തിയ സമയത്ത് ആ ഒരു സന്തോഷം നമുക്ക് കാണാമായിരുന്നു. നമുക്കറിയാം മമ്മൂക്ക വിശ്രമ ജീവിതത്തിലായിരുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിരുന്നത് ആൻഡോ ജോസഫ് ആയിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ള പ്രഖ്യാപനം ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടുന്ന ആളുകളിലുണ്ടാക്കിയ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കഴിഞ്ഞ ദിവസം ആ ഒരു ബ്രൗൺ കളർ ഷർട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച് ചെന്നൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ മമ്മൂക്കയുടെ ഒരു മുഖത്തുണ്ടായിരുന്ന സന്തോഷം മലയാളികൾ ഉൾപ്പെടെ നിറകണ്ണുകളോടെയാണ് കണ്ടിരുന്നത്. എന്തായാലും ഇന്ന് ആ ഒരു ആവേശം ഈ ക്യാമ്പിലും ഈ ഷൂട്ടിംഗ് സെറ്റിലും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഏകദേശം 8 മണി വരെ ഷൂട്ടിംഗ് നീണ്ടുപോകുമെന്നുള്ളതാണ് സംവിധായകനായിട്ടുള്ള മഹേഷ് നാരായണൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഒരു ഘട്ടത്തിൽ മമ്മൂക്കയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശ്രമത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ സിനിമ പ്രതിസന്ധിയിലാകുമെന്ന രീതിയിലുള്ള അനാവശ്യ ചർച്ചകളൊക്കെ തന്നെ ഒരു ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ തളർന്നു പോയിരുന്നില്ല. മമ്മൂക്ക തിരിച്ചു വരുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മഹേഷ് നാരായണൻ നമ്മളോട് പറയുന്നത്. അതീവ സന്തോഷമാണ് അദ്ദേഹം തിരിച്ചെത്തിയതിൽ. അത് കേവലം തൻ്റെ സിനിമയിലെ ഒരു കഥാപാത്രം എന്ന നിലയില്ല, മറിച്ച് മലയാള സിനിമയുടെ അഭിമാന താരമായി നിൽക്കുന്ന മമ്മൂക്ക കലാലോകത്തേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത് തങ്ങളെപ്പോലെയുള്ള കലാകാരന്മാരെ സംബന്ധിച്ച് വലിയ കാര്യമാണ് എന്നുള്ളതാണ് മഹേഷ് നാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പങ്കുവെക്കുന്നത്. പ്രൊഡക്ഷൻ കൺട്രോൾ പോലെയുള്ള ആളുകൾ ഉൾപ്പെടെ അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെച്ചതാണ്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് മമ്മൂക്കയുടെ തിരിച്ചുവരവിനെ ഈ ആസ്വാദകർ കാണുന്നത്, പ്രേമികൾ കാണുന്നത്, കലാസ്വാദകർ കാണുന്നത്. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ബസ് ഭവനിലെ ചിത്രീകരണം 9 മണി വരെ തുടരും. അതിനുശേഷം വരും ദിവസങ്ങളും 2-3 ദിവസം ഇവിടെ ചിത്രീകരണം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഏറെ സന്തോഷത്തോടെ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, തനിക്ക് വേണ്ടി കാത്തിരുന്ന ആളുകളോട് നന്ദി പറയുന്ന ഒരു പ്രതികരണവും ഇന്ന് നമുക്ക് ലഭിച്ചു എന്നുള്ളത്. എന്തായാലും ഷൂട്ടിംഗ് ആ നിലയിൽ തന്നെ ബസ് ഭവനിൽ പുരോഗമിക്കുകയാണ്. റോഷ്നി, തീർച്ചയായും ആ ഷൂട്ടിംഗ് സെറ്റിലെ കൂടുതൽ സൂക്ഷ്മമായ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി എത്താം. മുബഷീർ, എന്തായാലും മുബഷീർ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ ആ കൂളിംഗ് ഗ്ലാസ് വെച്ച് മമ്മൂക്കയുടെ ഒരു വരവുണ്ടായിരുന്നു, ആ റീ എൻട്രി. നമ്മൾ ഇന്ന് ഒരിക്കൽ കൂടി സിനിമാ സെറ്റിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് മമ്മൂക്ക വരുന്നത് കണ്ടു. ആൻഡോ ജോസഫ് പറഞ്ഞതുപോലെയാണ്, കൂടുതൽ എനർജറ്റിക് ആയിട്ട് മമ്മൂക്കയെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് കാണുമ്പോഴാണ് ഏറ്റവും സന്തോഷം. നമുക്കറിയാം ബിഗ് എമ്മുമാർ ഒന്നിക്കുന്ന ആ സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. അതിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ മമ്മൂട്ടി ചിത്രം വിഷുവിന് തിയേറ്ററുകളിലെത്തും. 17 വർഷത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രമാണ് പാട്രിയറ്റ്. ലാൽ, മമ്മൂട്ടി, നയൻതാര കോംബോ സീനുകൾ കൊച്ചിയിൽ ഷൂട്ട് നടക്കും. എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് വിനീത വേണു ചേരുന്നു. വിനീത, ഇതൊരു കാത്തിരിപ്പാണ്. നമ്മൾ മമ്മൂട്ടിയുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടി കാത്തിരുന്നു. അതിന് നമുക്കൊരു ദൈർഘ്യം കൂടുതലുള്ളതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് മലയാളത്തിൻ്റെ ആ ഇക്കയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇനി ഒരു സിനിമ, വമ്പൻ താരനിരയുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിപ്പാണ്. അതൊരു വിഷു റിലീസായി എത്തുമെന്നറിയുമ്പോൾ അതിൻ്റെ ഒരു ആഘോഷം, ആവേശമൊക്കെ കൂടുകയാണ്. ഇതിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ നൽകാനുണ്ട് വിനീത? ഒപ്പം ഇതിൻ്റെ റിലീസ് എപ്പോൾ നടക്കും? റോഷ്നി, ഗുഡ് ആഫ്റ്റർനൂൺ. വലിയ സന്തോഷമുണ്ട് മമ്മൂട്ടി ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ചിരിച്ചുകൊണ്ട് മമ്മൂട്ടി വന്നിറങ്ങുന്നു. മമ്മൂക്ക വളരെ സ്നേഹത്തോടെ തങ്ങൾ നൽകിയ പ്രാർത്ഥനയ്ക്കൊക്കെ നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ കത്തിക്കുകയാണ് മമ്മൂട്ടിയുടെ മടങ്ങി വരവ് എന്നതാണ്. ഇപ്പോൾ മുബഷീർ പറഞ്ഞതുപോലെ സിനിമയുടെ ഷൂട്ടിംഗ് ഏതായാലും തുടങ്ങുമ്പോൾ ആരാധകരുടെ ഒക്കെ തന്നെ വലിയ ചോദ്യം എന്ന് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നതാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 17 വർഷത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും സിനിമയിൽ ഒരുമിക്കുന്നു എന്നുള്ളതാണ്. ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന, മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലൂടെ വീണ്ടും ആ 2 ബിഗ് എമ്മുകൾ, മലയാളത്തിൻ്റെ 2 അഭിമാന തിലകങ്ങൾ ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയതിനു ശേഷം മോഹൻലാലും ഈ സിനിമയിൽ ജോയിൻ ചെയ്യുന്നു.
എന്നതാണ്. കൊച്ചിയിലായിരിക്കും നിലവിൽ ഇവർ ഒരുമിച്ചുള്ള സീനുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ഷെഡ്യൂൾ കൊച്ചിയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അതിലായിരിക്കും മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചുള്ള സീനുകൾ ഉണ്ടാവുക എന്ന് പറയുന്നു. ഒപ്പം സൂപ്പർ സ്റ്റാർ നയൻതാര ഈ സിനിമയിൽ ഭാഗമാകുന്നു എന്ന വലിയ സന്തോഷം കൂടിയുണ്ട്. അതും കൊച്ചിയിലാണ് ആ സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുക എന്നാണ് അറിയുന്നത്. മാത്രമല്ല ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്. വലിയൊരു താരനിരയിലെത്തുന്ന വലിയൊരു ബജറ്റിൽ ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് ചിത്രം എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ ഇതിനെ കാണണം. ഏതായാലും പാട്രിയറ്റ് ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു. മമ്മൂക്കയുടെ തിരിച്ചുവരവ് കൊണ്ട് മാത്രമല്ല ഇത്തരത്തിൽ പ്രതിഭകളായ മമ്മൂട്ടിയും മോഹൻലാലും നയൻതാരയും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ഒക്കെ മലയാള സിനിമയുടെ ഒരുപക്ഷെ 2 തലമുറകളിലുള്ള ആളുകൾ ഒരുമിച്ച് ചേരുന്നു. നയൻതാരയെ പോലെയുള്ള തെന്നിന്ത്യയിൽ തന്നെ രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാർ തന്നെ നായികയായി എത്തുന്നു തുടങ്ങിയ പ്രത്യേകതകളൊക്കെയുള്ള ഈ സിനിമ വിഷുവിന് റിലീസ് ചെയ്യുമെന്നതാണ് ഏറ്റവും ഒടുവിലായി നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫ് തന്നെ നമ്മളോട് പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇനി മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക എന്ന് തിരിച്ചു വരുമെന്നുള്ള കാത്തിരിപ്പായിരുന്നെങ്കിൽ ഇപ്പോഴിതാ ഇനി എന്ന് സിനിമ റിലീസ് ചെയ്യും, എന്താണ് ഈ തിരിച്ചുവരവിൽ മമ്മൂക്ക കാത്തുവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ സിനിമയിൽ അടുത്തിടെ മമ്മൂട്ടി ചിത്രങ്ങളോളം പരീക്ഷണങ്ങൾ മറ്റാരും നടത്തിയിട്ടില്ലെന്നതാണ്. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളായാലും കഥകളായാലും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അടുത്തിടെ പോലും നമ്മൾ ബോളിവുഡ് താരങ്ങളുടെയൊക്കെ ഇൻ്റർവ്യൂവിൽ കാണുമ്പോൾ ഏറ്റവും ധൈര്യം തോന്നി അല്ലെങ്കിൽ ഏറ്റവും കാണാൻ ഇഷ്ടപ്പെട്ട സിനിമ ചെയ്യാൻ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് ചോദിക്കുമ്പോൾ കാതലിൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രം എന്നൊക്കെ പറയുന്ന നിലയ്ക്ക് അടുത്തിടെ മമ്മൂട്ടി തിരഞ്ഞെടുത്ത ഓരോ കഥാപാത്രങ്ങളും അത്രമേൽ വ്യത്യസ്തമായിരുന്നു, അത്രമേൽ പരീക്ഷണാത്മകമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ സിനിമകൾ മമ്മൂട്ടിയെ കാത്തിരിക്കുന്ന അദ്ദേഹം നമുക്ക് ഇനിയും അത്ഭുതങ്ങൾ കാത്തുവെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഹൈദരാബാദിൽ നിന്നും അദ്ദേഹം UK ലൊക്കേഷനിൽ കൂടി എത്തും. UK ചില ഭാഗങ്ങൾ ചിത്രീകരിക്കാൻ ഇരിക്കുന്നുണ്ട്. അസർബൈജാനിലും ദില്ലിയിലെയും ഒക്കെ ഡേറ്റുകൾ ഷൂട്ടിംഗ് തീർന്നിട്ടുണ്ട്. ഇനി ശ്രീലങ്കയിൽ ചില ഭാഗങ്ങൾ ചിത്രീകരിക്കാനുണ്ട്, കൊച്ചിയിലുണ്ട്, UK ലണ്ടനിൽ വെച്ചും ഈ സിനിമയുടെ മറ്റു ചില ഭാഗങ്ങൾ കൂടി ചിത്രീകരിക്കാനുണ്ട്. അതിലും മമ്മൂക്ക എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല മറ്റ് ചില പ്രധാനപ്പെട്ട സിനിമകൾ കൂടി അണിയറയിൽ ഒരുങ്ങുന്നു, കൂടുതൽ കഥകൾ കേൾക്കുന്നു, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വീണ്ടും മമ്മൂക്ക തയ്യാറെടുക്കുന്നെന്നാണ് റോഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതുതായി 3-4 സിനിമകളുടെ കഥകൾ കേട്ട് കഴിഞ്ഞു. അദ്ദേഹം ആ സിനിമകളിലൊക്കെ തന്നെ കൈകൊടുക്കുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൂടി വരികയാണ് റോഷ്നി. വിനീത, അത് മാത്രമല്ല അപ്പൊ നമുക്കറിയാം ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങളിലൂടെ സമീപ ദിവസങ്ങളിൽ തന്നെ കടന്നുപോയതാണ്. അപ്പൊ മോഹൻലാലിനാണെങ്കിൽ ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷം, നമ്മുടെ മമ്മൂട്ടിക്കാണെങ്കിൽ അതൊരു തിരിച്ചുവരവിന്റെ സന്തോഷം. ഈ ബിഗ് എംമാർ ഒരുമിക്കുമ്പോൾ അത് പൊടി പാറും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സംഭവിക്കാൻ പോകുകയാണല്ലോ. ഇപ്പോൾ 2020 ശേഷം ഇവർ ഒരുമിച്ച ഒരു സിനിമ, അതിനുവേണ്ടി മലയാളികൾ എത്ര കാലമായി കാത്തിരിക്കുന്നു അല്ലേ? അപ്പൊ കാത്തിരിപ്പുകളുടെ ഒരു മാരത്തൺ ആണല്ലേ? തീർച്ചയായും. ഇതിൽ റോഷ്നി നമ്മൾ മലയാള സിനിമയുടെ ഒരു ചരിത്രം നോക്കിയാൽ ഒരുപക്ഷെ 2 നെടും തൂണുകളെന്ന് നമ്മൾ മമ്മൂട്ടിയെ മോഹൻലാലിനെയും വിശേഷിപ്പിക്കണം. മമ്മൂട്ടി മോഹൻലാൽ ഫാൻസിന്റെ റൈവൽറി ഒക്കെ വലിയ, അവർ തമ്മിലുള്ള ഒരു പോരാട്ടമൊക്കെ അല്ലെങ്കിൽ മത്സരമൊക്കെ വലിയ ചർച്ചയായിരുന്നതുമാണ്. പക്ഷേ ഇരുവരും എപ്പോഴും ഒരുമിച്ചുള്ള വളരെ സൗഹൃദം പുലർത്തുന്ന 2 പേരാണ്. പ്രിയപ്പെട്ട ഇച്ചാക്ക എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ എപ്പോഴും മമ്മൂട്ടിയെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കേൾക്കാം. മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൻ്റെ വാർത്ത വന്നപ്പോൾ അദ്ദേഹം താൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ മമ്മൂട്ടിയുടെ ഫോട്ടോയുള്ള ഷർട്ട് ഇട്ടുകൊണ്ടാണ് വന്നത്. അതൊക്കെ വലിയ ചർച്ചയായതാണ്. മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആളുകളിൽ ഒരാൾ ഞാനാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. പകരം മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നയാൾ താനാണ്, ഇത് മലയാള സിനിമയ്ക്ക് കൂടിയുള്ള അംഗീകാരമാണെന്ന് പറഞ്ഞത് മമ്മൂട്ടിയാണ്. അങ്ങനെ പരസ്പരം തങ്ങളുടെ കരിയറിൽ വലിയ പിന്തുണ നൽകുന്ന, ഒരുമിച്ചുള്ള മുന്നോട്ട് പോകിൽ പരസ്പരം ഊർജ്ജമാകുന്ന 2 പേരാണ് മോഹൻലാലും മമ്മൂട്ടിയും. അവർ ഒരുമിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇത്രയധികം വർഷത്തിന് ശേഷം, 17 വർഷത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിസ്മയമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇരുവരും മത്സരിച്ച് അഭിനയിക്കുന്ന ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നയൻതാര എന്ന ഫാക്ടർ കൂടിയുണ്ട്. നയൻതാര എത്തുന്നു, ഫഹദ് ഫാസിലുണ്ട്, പുതുതലമുറയിലെ ഏറ്റവും മികച്ച നായകരിൽ ഒരാളായ ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബനും കൂടി എത്തുമ്പോൾ ഏതായാലും ഒരു സൂപ്പർ പടം എന്ന നിലയ്ക്ക് തന്നെ എത്തും പാട്രിയറ്റ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയിപ്പോൾ വിഷു ആകണം. ഏതായാലും ഹൈദരാബാദിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് UK ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് ഡിസംബറോടെ കടക്കും എന്നാണ് സംവിധായകനും അണിയറ പ്രവർത്തകനും പറയുന്നത്. അതിനുശേഷം ഏതാനും മാസങ്ങൾ കൂടി കാത്തിരുന്നാൽ വിഷു ചിത്രമായി തന്നെ പാട്രിയറ്റ് വരും. അത് ഹിറ്റാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ്രൂ ജോസഫ് എന്ന നിർമ്മാതാവ് വലിയ റിസ്ക് എടുത്തുകൊണ്ടാണ് ഇത്രയധികം താരങ്ങളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് ഈ സിനിമ തയ്യാറാക്കുന്നത്. മമ്മൂട്ടി ഒരു ചെറിയ ഇടവേള എടുത്തപ്പോൾ വലിയ ആശങ്കയുണ്ടായിരുന്നു, വലിയ രീതിയിലൊക്കെ ചർച്ചകൾ വന്നിരുന്നെങ്കിലും അതൊക്കെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. പ്രതീക്ഷയോടെ തന്നെ ഈ സിനിമയുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ആ ഘട്ടത്തിലൊക്കെയും അദ്ദേഹം പറഞ്ഞത്. നേരത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാണ്, എവിടെ പോയാലും ആൻഡ്രൂ ജോസഫ് നേരിട്ടിരുന്ന ചോദ്യം മമ്മൂക്ക എപ്പോൾ തിരിച്ചു വരുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് മമ്മൂട്ടിയുമായുള്ള സൗഹൃദം. ഏതായാലും അദ്ദേഹത്തിന്റെ മുഖത്തു നിന്നും നമുക്ക് ആ സന്തോഷം ഇന്ന് വായിച്ചെടുക്കാനാകുമായിരുന്നു റോഷ്നി.
തീർച്ചയായും വിനീത വേണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മൾ ഇനി ആ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്. വിഷു റിലീസായി ആ പടം എത്തുമ്പോൾ അത് അത്രത്തോളം ഉജ്ജ്വലമാവട്ടെ, വലിയ വിജയമാവട്ടെ എന്നുകൂടി നമ്മൾ ആശംസിക്കുകയാണ്, അത് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടാവാം, ഒരു നടന്റെ തിരിച്ചുവരവ് ഇത്രത്തോളം ദിവസങ്ങളോളം ഇങ്ങനെ ആഘോഷമാക്കേണ്ടതുണ്ടോ എന്നുള്ളത്. കാരണം ആ കാത്തിരിപ്പ് അത്രത്തോളം ദിവസമായിരുന്നു. മാത്രമല്ല നമ്മുടെ മമ്മൂക്ക അതും ഒരു അസുഖത്തെ അതിജീവിച്ചുകൊണ്ടുള്ള ആ തിരിച്ചുവരവ് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ വാർത്താലോകത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് മറുചോദ്യം. ഒരിടവേളയ്ക്ക് ശേഷമുള്ള മമ്മൂട്ടിയുടെ മടങ്ങിവരവിനോട് മലയാള സിനിമാ ലോകത്തു നിന്നുള്ള പ്രമുഖർ ഏറെ സന്തോഷത്തോടെ പ്രതികരിക്കുകയാണ്. ചില പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. മമ്മൂട്ടി സിനിമാ ലൊക്കേഷനിലേക്ക് മടങ്ങിയെത്തുന്ന വാർത്ത ഏറ്റവും സന്തോഷം പകരുന്നതാണെന്ന് സംവിധായകൻ സിബി മലയിൽ. സിനിമ മാത്രം ശ്വസിച്ച് ജീവിക്കുന്നയാളാണ് മമ്മൂട്ടി. കഴിഞ്ഞ 45 വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ഓരോ മിടുപ്പിലും സിനിമയാണെന്നും സിബി മലയിൽ പ്രതികരിച്ചു. കേൾക്കാം. നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അദ്ദേഹത്തോടൊപ്പം ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അവസാനം നമ്മളതിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത നമ്മളിലേക്ക് എത്തുന്നു 2-3 ആഴ്ചകൾക്ക് മുമ്പ്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ നമുക്ക് വായിക്കുമ്പോൾ അദ്ദേഹം എന്തുമാത്രം സന്തോഷത്തോടുകൂടിയാണ് തിരിച്ച് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരുന്നതെന്നാണ് അതിൽ കുറിച്ചിരിക്കുന്നത്. അത്രമാത്രം അദ്ദേഹം സിനിമ ശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. സിനിമയല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞ 45 വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഉണ്ടായിട്ടില്ല. ഓരോ ദിവസവും സ്വയം പുതുക്കിക്കൊണ്ട് ഏറ്റവും പുതിയ കഥാപാത്രങ്ങളെ അന്വേഷിച്ചുകൊണ്ട്, ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ഓരോ ദിവസവും അങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന ഭാഷാ വ്യതിയാനങ്ങളെ അദ്ദേഹം പരിപൂർണമായ പെർഫെക്ഷനോടുകൂടി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചികിത്സയ്ക്ക് ശേഷം മമ്മൂട്ടി പഴയ അതേ രൂപത്തിൽ തന്നെ തിരിച്ചെത്തുമോ എന്നതായിരുന്നു മമ്മൂട്ടി ഫാൻസിന്റെ ആശങ്ക. പഴയതിലും ഊർജ്ജസ്വലനായി മമ്മൂട്ടി തിരിച്ചു വന്നു എന്നതാണ് ഫാൻസിന്റെ സന്തോഷം. അപ്പോൾ ഫാൻസ് അസോസിയേഷന്റെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ കാണാം. ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഈ മമ്മൂക്കാനെ ഇന്നലെ കണ്ടപ്പോൾ ഞങ്ങളുടെ ആ സന്തോഷം ഇരട്ടിയായി. ഇപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ കുറച്ച് പരിപാടികളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മമ്മൂക്കാക്ക് ഞങ്ങൾ ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. 251 ദിവസം മുമ്പ് മമ്മൂക്ക എങ്ങനെയോ പോയത്, ആ മമ്മൂക്കാനെ ഞങ്ങൾക്ക് ഇന്നലെ തിരിച്ചു കിട്ടിയത്. അതിന് മുമ്പ് നമുക്ക് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, പക്ഷേ മമ്മൂക്കാൻ്റെ സൈഡ് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇന്നലെ മമ്മൂക്കാൻ്റെ ഫുള്ള് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. നമുക്കിപ്പോൾ തിരിച്ചു വന്നേക്കണത് പഴയതിൽ ഉഷാറായിട്ടാണ് നമുക്ക് തിരിച്ചു വന്നേക്കണത്. ഇതിലും വേറെ സന്തോഷം ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഇനി നേരിട്ട് കണ്ടാൽ മാത്രം മതി മമ്മൂക്കാനെ. അത്രയും ഹാപ്പിയിലാണ് ഞങ്ങൾ ഉള്ളത് നിലവിൽ. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ ഷാനവാസിന്റെയും ഒപ്പം നിസാർ CHന്റെയും പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ലേബി സജീന്ദ്രൻ തത്സമയം ചേരുകയാണ്. ലേബി, ഓരോരുത്തരും ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെ എത്രത്തോളം സന്തോഷമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഫാൻസിനെ സംബന്ധിച്ചപ്പോൾ ഞാനൊരു മമ്മൂക്ക ഫാനാണ്. എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു നമ്മുടെ മമ്മൂക്ക ആ പഴയ രൂപത്തിൽ തന്നെ അത്രത്തോളം ഊർജ്ജസ്വലനായി സ്റ്റൈലായി ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചങ്ങ് ഒരു വരവ് വരണമെന്ന്. അത് കണ്ടപ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞു എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ലേബി, എനിക്കറിയാം ലേബിക്കും വളരെ പ്രിയപ്പെട്ടയാളാണ് മമ്മൂട്ടി. മലയാളം ഇങ്ങനെ ആഘോഷിക്കുകയാണ്. ഓരോരുത്തരും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ലേബി? ഫാൻസ് ഇപ്പോൾ തൃപ്തരാണോ? റോഷ്നി, തീർച്ചയായും മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ കേരളം ഒന്നാകെയാണല്ലോ അത് ആഘോഷമാക്കുന്നതും അതിൽ സന്തോഷം പങ്കുവയ്ക്കുന്നതും. തീർച്ചയായും സിബി മലയിൽ അടക്കമുള്ളവരുടെ പ്രതികരണം നമ്മൾ കേട്ടു. അവരൊക്കെ അദ്ദേഹത്തോട് അത്രയും കാലങ്ങളായി ചേർന്ന് നിൽക്കുന്നവരാണ്. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ പ്രതികരണവും ഇപ്പോൾ കണ്ടു. ഇന്ന് ഫാൻസിൽ തന്നെ നമ്മൾ ഈ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല, മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന മലയാളികളുള്ള എല്ലാ സ്ഥലത്തും അതിൻ്റെ പ്രവർത്തനം വളരെ സജീവമാണ്. നമ്മളിന്ന് സംസ്ഥാന ഭാരവാഹിയെയും കണ്ടു, അതിൻ്റെ ഏറ്റവും താഴത്തെ യൂണിറ്റായ മേഖലാതലത്തിൽ പ്രവർത്തിക്കുന്നവരെയും കണ്ടു. എല്ലാവർക്കും ഒരേ പ്രതികരണമാണ്. അതാണ് ഏറ്റവും രസം. അതായത് അവർക്ക് മമ്മൂട്ടി തിരിച്ചു വരണം എന്നുള്ള പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ അവരുടെ ഒരു പ്രാർത്ഥന അഡീഷണലായി കൂടി ഉണ്ടായിരുന്നു. അതായത് മമ്മൂട്ടിക്ക് ചെറുതായി പോലും ഒരു രൂപമാറ്റം വരരുത്, അവർക്ക് താങ്ങാൻ സാധിക്കുന്ന കാര്യമല്ല അത്. അതുകൊണ്ടാണ് മമ്മൂട്ടിയെ ഇന്നലെ ചെന്നൈയിൽ വെച്ച് വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് അവർ ശ്വാസമടക്കി 250 ദിവസങ്ങൾ കാത്തിരുന്ന് ശ്വാസമടക്കി കണ്ടൊരു ദൃശ്യമാണത്. അവരുടെ പ്രതികരണവും അതുതന്നെയാണ്. കാരണം മമ്മൂക്ക തിരിച്ചു വന്നാൽ പോരാ, മമ്മൂക്കയുടെ ഒരു മുടിയിഴ പോലും മാറാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മമ്മൂക്കയെ തിരിച്ചു കിട്ടണം എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു കഴിഞ്ഞ 250 ദിവസവും ഫാൻസ്. അതിൻ്റെ
വലിയൊരു സന്തോഷമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഏതായാലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഫലം വന്നിരിക്കുകയാണ്. അതിനെല്ലാം ഒരു ഫലം വന്നുകൊണ്ടാണ് ഇപ്പോൾ മമ്മൂട്ടി തിരിച്ചു വന്നത് എന്ന് ഇവർ പറയുമ്പോൾ അതിലൊരു കാര്യം കൂടിയുണ്ട്. മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ ജന്മദിനം അല്ലെങ്കിൽ ഈ മമ്മൂട്ടി കഴിഞ്ഞ 250ഓളം ദിവസങ്ങളും ഇവർ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി വിശ്വാസികളൊക്കെ ഇരുന്നു. അതല്ലാത്തവരാകട്ടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി സജീവമായിരുന്നു. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനിലും അത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും നടത്തി വരികയായിരുന്നു. അതിനൊക്കെ ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ് എന്നുള്ള സന്തോഷമാണ് ഫാൻസ് പങ്കുവയ്ക്കുന്നത്. സിബി മലയിലിനെ പോലെ അദ്ദേഹത്തോട് പതിറ്റാണ്ടുകളായി ചേർന്ന് നിൽക്കുന്നവരാകട്ടെ അവർക്ക് കേൾക്കാൻ കൊതിച്ചിരുന്ന വാർത്ത, അവർക്ക് ഏറ്റവും അറിയാൻ ആഗ്രഹിച്ചിരുന്ന വാർത്തയുമാണ് മമ്മൂട്ടിയുടെ അസുഖമെല്ലാം ഭേദമായി അദ്ദേഹം വരുന്നു എന്നുള്ള കാര്യം. അതുമാത്രമല്ല, അസുഖം ഭേദമായി എന്ന് പറയുന്നതിലല്ലോ റോഷ്നി, അദ്ദേഹം പഴയതിലും ഊർജ്ജസ്വലനായി പൂർത്തിയാക്കാൻ വച്ചിരുന്ന സിനിമയുടെ ബാക്കി ഭാഗത്തിലേക്ക് വന്ന് ചേരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം ഏറ്റവും സന്തോഷകരമായ നിമിഷം തന്നെയാണ് ഇത് റോഷ്നി. തീർച്ചയായും. അപ്പോൾ ഓരോരുത്തരും സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഇനിയും ഒരുപാട് പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുൻപ് നമുക്ക് ഹൈദരാബാദിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. മുബഷീറാണ് അവിടെ തുടരുന്നത്. മുബഷീർ, മണിക്കൂറുകളായി മുബഷീർ അവിടെയുണ്ട്. ആ ലൊക്കേഷനിലെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കാനും ആ വിശേഷങ്ങളെക്കുറിച്ച് കൂടുതലും മുബഷീറിന് അറിയാമായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ മമ്മൂക്ക ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ? അതിനെക്കുറിച്ചൊക്കെ അറിയാൻ ആകാംക്ഷയുണ്ടാവും എന്തായാലും പ്രേക്ഷകർക്ക്. ഇപ്പോഴെന്താണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ലൊക്കേഷനിൽ മറ്റേതൊക്കെ താരങ്ങളുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനിയിപ്പോൾ വമ്പൻ താരങ്ങളുള്ള ഒരു സിനിമയാണല്ലോ. അപ്പോൾ കേരളത്തിൽ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും നയൻതാരയും ഒക്കെ ഒരുമിച്ചുള്ള സീനുകൾ കൊച്ചിയിലടക്കം ഷൂട്ടിംഗ് ഉണ്ടെന്ന് അറിയുന്നു. അപ്പോൾ ഹൈദരാബാദിൽ എന്തൊക്കെ ഷൂട്ടാണ് നടക്കുന്നത്? മമ്മൂട്ടി ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അത്രയോടുകൂടിയാണ് മമ്മൂക്ക ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. അദ്ദേഹം ഇവിടെയുള്ള അണിയറ പ്രവർത്തകരൊക്കെ തന്നെയായി സംസാരിച്ചതിന് ശേഷമാണ് ഷൂട്ടിങ്ങിലേക്ക് പിന്നെ കടന്നത്. ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് നമുക്കതിൻ്റെ ദൃശ്യങ്ങളൊന്നും തന്നെ ചിത്രീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ടേക്ക് പോകാനും സാധിക്കില്ല. ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. അതിനിടയിൽ ചില പ്രധാനപ്പെട്ട സീനുകളൊക്കെ തന്നെ എടുത്തു എന്നുള്ളതാണ് അണിയറ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു ചില സിനിമാ നടന്മാർ ഉൾപ്പെടെ ഈ ഒരു മേഖലയിൽ ഇന്നുണ്ട്. യുവനടനായിട്ടുള്ള ശരത് സഭ, നേരത്തെ നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചതാണ്. അദ്ദേഹം ഉൾപ്പെടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അവരുൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 6 ദിവസത്തെ ഷെഡ്യൂളാണ് ഇവിടെയുള്ളത് എന്നുള്ളതാണ് ആൻഡ്രൂ ജോസഫ് കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിൽ മമ്മൂക്ക 6 ദിവസത്തോളം തന്നെ ഈ ഒരു മേഖലയിലുണ്ടാകും. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 8 മാസത്തോളം മമ്മൂക്ക വിശ്രമ ജീവിതത്തിലായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പല സീക്വൻസുകളും ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് എടുക്കേണ്ടിയിരുന്നത്. അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് അത് എടുക്കാൻ സാധിക്കാത്തതിനാൽ ഈ വരാൻ പോകുന്ന 6 ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ദിവസങ്ങളിൽ അത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ നമ്മളോട് പങ്കുവെക്കുന്നത്. അതിനുശേഷമായിരിക്കും മമ്മൂക്ക ഇവിടെ നിന്നും UK പോകുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീൻസ് ഉൾപ്പെടെ കൊച്ചിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നിർമ്മാതാവ് നമ്മളോട് വ്യക്തമാക്കുന്നത്. നയൻതാര ഉൾപ്പെടുന്ന സൂപ്പർ താരങ്ങളടങ്ങുന്ന ആ ഒരു മലയാളികൾ കാത്തിരിക്കുന്ന സിനിമയിൽ കാത്തിരിക്കുന്ന ആ സീനുകൾ, അതിൻ്റെ ചിത്രീകരണം സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെയാണ് നടക്കുന്നത്. കൊച്ചിയിലാണ് അതുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളിംഗ് നടന്നിട്ടുള്ളത്. പക്ഷേ UK ഷൂട്ടിങ്ങിന് ശേഷമായിരിക്കും കൊച്ചിയിൽ വെച്ച് നടക്കുക എന്നുള്ളതാണ്. 2 ദിവസത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് കുഞ്ചാക്കോ ബോബൻ ഉൾപ്പെടെയുള്ള മലയാള താരങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മമ്മൂക്കയോടൊപ്പം കുഞ്ചാക്കോ ബോബൻ ഉൾപ്പെടെയുള്ള നടന്മാരും ഇവിടെ അഭിനയിക്കും. അതിൻ്റെ ചിത്രീകരണം ഉൾപ്പെടെ ഒരു മേഖലയിൽ നടക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബ്രേക്കാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഞ്ച് ബ്രേക്കാണ്. നമ്മളോടൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാൻ ഇവർ ക്ഷണിച്ചിരുന്നു. നമ്മളോടുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഏറെ നേരമായി മമ്മൂക്കയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിൽ എത്തിച്ചുകൊണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നുൾപ്പെടെ നമ്മൾ പൊതുസമൂഹത്തോട് പറയുന്നുണ്ട്. അദ്ദേഹം എന്തായാലും വളരെ ആവേശത്തോടെ ഊർജ്ജസ്വലനായി തന്നെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്നു. അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് റോഷ്നി ഇവിടെ നിന്ന് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി സജ്ജമാക്കിയ ഒരു ഇടമാണിത്. ഇതിനുള്ളിൽ 2ാമത്തെ നിലയിൽ വെച്ചാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ഷൂട്ടിംഗ് നടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, മുബഷീർ വ്യക്തമാണ്. മുബഷീർ പി അക്ബറാണ് അവിടെ തുടരുന്നത്, കൂടുതൽ വിശേഷങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ നമുക്കറിയാം, ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോഴൊന്നും അതിൻ്റെ രംഗങ്ങളൊന്നും നമുക്ക് ചിത്രീകരിക്കാനോ മറ്റോ കഴിയില്ല. പക്ഷേ അവിടെയുള്ള എല്ലാവരോടും മമ്മൂട്ടി സംസാരിച്ചു. മാധ്യമപ്രവർത്തകരോടക്കം വളരെ സന്തോഷവാനായാണ് മമ്മൂട്ടി സംസാരിച്ചിട്ടുള്ളത്. ചില പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. മമ്മൂക്കയുടെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ G. സുരേഷ് കുമാർ. ധാരാളം സിനിമകൾ അദ്ദേഹത്തിന് ഇനിയും ചെയ്യേണ്ടതുണ്ട്. എല്ലാവരെയും പോലെ മമ്മൂക്ക സുഖം പ്രാപിച്ച് തിരിച്ചു വരുന്നതിൽ വലിയ സന്തോഷമാണ് തനിക്കുള്ളതെന്നും സുരേഷ് കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന നടനാണ് മമ്മൂട്ടിയെന്നും തിരിച്ചുവരവിൽ അതിയായ സന്തോഷമുണ്ടെന്നും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റായ B. രാഗേഷും പറഞ്ഞു. അവരുടെ പ്രതികരണം കേൾക്കാം.
വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. ഇത് തിരിച്ചു വരവെന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള, നമ്മളെല്ലാം പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും മമ്മൂക്ക അങ്ങനെ ഒരു അസുഖം വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും വലിയൊരു മനസ്സിൽ വലിയൊരു വിഷമവും ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് തന്നെയായിരുന്നു, അദ്ദേഹം തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകളുണ്ടായിരുന്നു. എല്ലാ മലയാളികളും, ലോകത്തുള്ള എമ്പാടുമുള്ള എല്ലാ മലയാളികളും, ജാതി മത ഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അദ്ദേഹം തിരിച്ചു വന്നു. പൂർവാധികം ശക്തിയോടുകൂടി അദ്ദേഹം തിരിച്ച് ഇപ്പം ഹൈദരാബാദിലാണ് ഷൂട്ടിംഗ്. അത് കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് ഞാൻ അറിഞ്ഞത് അദ്ദേഹം ലണ്ടനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഷൂട്ടിങ്ങിനായിട്ട്. അപ്പം അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. വലിയൊരു ഗ്യാപ്പായിരുന്നു, ഒരു 6 മാസം 7 മാസം എന്ന് പറയുന്നത് വലിയൊരു ഗ്യാപ്പായിരുന്നു. നിരവധി സിനിമകൾ ചെയ്യാനുള്ള സമയങ്ങളാണ്. അതെന്തായാലും വലിയൊരു സന്തോഷമാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളും ദിവസവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നമ്മളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടും എല്ലാം തരണം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു വിൽ പവർ കൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നു. എന്തായാലും ദൈവത്തിന് നന്ദി പറയുന്നു നമ്മൾ ഈ കാലം. ഞങ്ങൾക്ക് വളരെ ഞങ്ങൾക്ക് നല്ല എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചിട്ടയായ ജീവിത രീതി കൊണ്ടൊക്കെ തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് തിരിച്ചു വന്നത്. അപ്പം എല്ലാത്തിലും പുള്ളി ഒരു മാതൃകയാകുന്ന ഒരാളാണ്. അപ്പോൾ ഇതും അസുഖത്തിൻ്റെ കാര്യത്തിലായാലും ഒരു മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ചിട്ടയായ ജീവിതം കൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ സാധിച്ചത്, ശക്തമായിട്ട് തിരിച്ചു വരാൻ സാധിച്ചതെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കുന്ന ആരാധകരെ കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പ്രിയപ്പെട്ട താരം സ്ക്രീനിലെത്തുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് അവരൊക്കെ. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് മമ്മൂക്ക ആരാധകർക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, ഇനി ബാക്കിയെല്ലാം ആരാധകർ പറയട്ടെ. തീർച്ചയായും റോഷ്നി, മമ്മൂക്കയുടെ തിരിച്ചുവരവിൽ ഏറ്റവും സന്തോഷമുള്ളത് ആരാധകർക്കാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അല്പം കാലം മമ്മൂക്ക സിനിമയിൽ നിന്നൊക്കെ ഒരു ഇടവേള എടുത്തു. പക്ഷേ പൂർവാധികം ശക്തിയോടെ മമ്മൂക്ക തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ അദ്ദേഹം സെറ്റിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ഇതിൻ്റെ വലിയ ആവേശത്തിലാണ് ആരാധകരുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് മിഠായി തെരുവിലാണ്. അവിടെ കുറച്ച് മമ്മൂക്ക ആരാധകരുണ്ട്. തിരിച്ചെത്തിയിരിക്കുന്നു മമ്മൂക്ക. എങ്ങനെയാണ് അതിനോട് എത്താന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് മലയാളികളല്ല, ലോക മലയാളികളെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് വലിയൊരു സന്തോഷമല്ല, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം മലയാളത്തിൻ്റെ അഭിമാനം, നമ്മുടെ രാജ്യത്തിന് അഭിമാനമാണ് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ. വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഫിലിം ആക്ടറാണ്. അദ്ദേഹത്തിന് ഒരു ഇടവേള എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്കും സത്യത്തിൽ അറിയില്ലായിരുന്നു എന്തായിരുന്നു അസുഖം എന്നുള്ളത്. പക്ഷെ അതും തിരിച്ചു വന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെറ്റിലേക്ക് വരുന്ന കണ്ട് പുതിയൊരു കാറിൽ വൈഫായിട്ട്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പറയാണ്, അതൊരു എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷമാണ്. തീർച്ചയായും അത് നമ്മുടെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അടുത്ത ആ ഒരു അദ്ദേഹത്തിൻ്റെ ഫിലിമിന് വേണ്ടിയിട്ട് നമ്മൾ ലോക മലയാളികൾ വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഭയങ്കര പോസിറ്റീവായിരുന്നു മമ്മൂക്കയുടെ തിരിച്ചുവരവല്ലേ. സ്വന്തം വണ്ടി ഓടിച്ചു വരുന്നു. ഇന്നിപ്പം വളരെ അടിപൊളി എനർജറ്റിക് ആയിരുന്നു മമ്മൂക്കയെ നമുക്കിത് കാണാൻ പറ്റി. ഇത്രയും ഏജിൽ ഇങ്ങനെ ഉഷാറായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ആർക്കും അസുഖങ്ങൾ നൽകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മമ്മൂക്കൻ്റെ മാതിരിയുള്ളൊരു നല്ലൊരു നടൻ നമുക്ക് തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം ഉണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ഇനിയിപ്പം മമ്മൂക്കൻ്റെ അടുത്ത സിനിമ കാണാനുള്ള ഒരു തയ്യാറെടുപ്പ് എന്തായാലും. മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാനടനല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇടവേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഏറ്റവും കൂടുതൽ ദുഃഖമുള്ള സംഭവമാണ്. മുപ്പരെ തിരിച്ചുവരവ് അതേപോലെ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷമുള്ള സംഭവമാണ്. സിനിമ അടുത്ത മമ്മൂക്കൻ്റെ സിനിമ കാണാൻ എന്തായാലും പോകും. തീർച്ചയായും പോകും. തകർക്കും. നമ്മൾ തിയേറ്റർ കുലുക്കും. അപ്പൊ എന്തായാലും ഇവർ ഭയങ്കര ഹാപ്പിയിലാണ് റോഷ്നി. തിയേറ്റർ കത്തിക്കുന്ന പറയുന്നത് മമ്മൂക്കയുടെ അടുത്ത നിങ്ങൾ ഹാപ്പിയല്ലേ? പിന്നെ അപ്പൊ അടുത്തത് മമ്മൂക്കയും ലാലേട്ടനൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അതാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെയുള്ള ഒരു വെയിറ്റിംഗിലാണ്. എന്തായാലും അതെന്തായാലും കാണണം അല്ലേ? ഫസ്റ്റ് പിന്നെ അപ്പൊ എന്തായാലും അടുത്ത മമ്മൂക്കയുടെ സിനിമ സ്ക്രീനിലെത്തുന്നത് കാണാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇവർ. തിയേറ്റർ പൂരപ്പറമ്പാക്കുമെന്നാണ് മമ്മൂക്ക ആരാധകർ പറയുന്നത് റോഷ്നി. ഓക്കെ, അതാണ് ഡബിൾ എനർജിയിലുള്ള മമ്മൂട്ടിയെ കണ്ട് ഡബിൾ സന്തോഷത്തിലാണ് ആരാധകർ. ഷൂട്ടിംഗ് തിരക്കുകളിലൊക്കെ ആണെങ്കിലും മമ്മൂക്ക, നിങ്ങളിത് കാണുക, ഇതാണ് നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് പറയാനുള്ളത്. അപ്പോൾ വലിയൊരു കൂട്ടം ഒരു മഹാനടൻ്റെ തിരിച്ചുവരവിനെ അത്രത്തോളം ആഘോഷമാക്കിയതാണ്. അതിനൊപ്പം നിൽക്കുകയാണ് വാർത്താ മാധ്യമങ്ങളെല്ലാം. എല്ലാവരും ഒരേപോലെ സന്തോഷത്തിലാണ്. സിനിമാ രംഗത്തുള്ളവർ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തുള്ളവർ പോലും മമ്മൂട്ടിയുടെ മടങ്ങിവരവിനെ കുറിച്ച് 2 വാക്ക് പറയുകയാണ്. മമ്മൂട്ടിയുടെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് സാംസ്കാരിക കേരളത്തിന് ഏറെ സന്തോഷം നിറഞ്ഞ വാർത്ത. പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുന്നു. കേരളത്തിന്റെ മഹാനടൻ വീണ്ടും സിനിമയിലേക്ക് വരുന്നത് ഏറെ ആഹ്ലാദത്തോടെയും ആവേശത്തോടെയും ഏറ്റെടുക്കുന്നതായും VN വാസവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സാംസ്കാരിക കേരളം
ഏറെ സന്തോഷം നിറഞ്ഞ വാർത്തയാണ് മമ്മൂട്ടി വീണ്ടും സിനിമയിലേക്ക് അഭിനയിക്കാൻ എത്തിയെന്നുള്ളത്. അദ്ദേഹം ചികിത്സയിലായിരുന്ന ഘട്ടത്തിൽ പലപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെടാൻ അവസരം ലഭിച്ചിരുന്നു. എത്രയും വേഗം സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് കേരളമാകെ ഒറ്റക്കെട്ടായി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹം സഫലമായി അദ്ദേഹം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുന്നു. കേരളത്തിൻ്റെ മഹാനടൻ, നൈസർഗീയതയുടെ നാട്യാവതാരമായ മമ്മൂട്ടി വീണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാം ആഹ്ലാദത്തോടെ ആവേശത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ വരവ് ഏറെ ഹൃദയത്തോട് ചേർത്ത് സന്തോഷത്തിന് ഇരയാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാനും അത് അനുഭവിച്ച് ആസ്വദിച്ചറിയാനുള്ള അവസരം കേരളീയ ജനതയ്ക്കും ഒപ്പം സാംസ്കാരിക ലോകത്തിനും ഉണ്ടാകും, സംശയം വേണ്ട. ആ മഹാനടൻ്റെ പ്രതിഭാധനമായ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം നമുക്ക് ഏവർക്കും ഏറെ പ്രിയങ്കരമാണ്. തുടർന്നും ദീർഘകാലം അദ്ദേഹത്തിൻ്റെ കലാജീവിതവുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. മന്ത്രിയുടെ വാക്കുകളാണ് കേട്ടത്. മറ്റൊരു പ്രതികരണത്തിലേക്ക് കൂടി പോവാം. മമ്മൂക്കിയുടെ തിരിച്ചുവരവിൽ വലിയ സന്തോഷമുണ്ടെന്ന് പാട്രിയറ്റ് സിനിമയിൽ അഭിനയിക്കുന്ന യുവനടൻ ശരത് സഭ റിപ്പോർട്ടറിനോട്. ഹൈദരാബാദിൽ നിന്നും മുബഷീർ പി അക്ബർ ശരത്തിനോട് സംസാരിച്ചു. കേൾക്കാം. മാസങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരം മമ്മൂക്ക വീണ്ടും ഷൂട്ടിങ്ങിലെത്തിയ സന്തോഷത്തിലാണ് മലയാള സിനിമയിലെ അണിയറ പ്രവർത്തകരും എല്ലാ കലാസാധകരുമുള്ളത്. മമ്മൂട്ടിയുടെ പുതിയ ചിത്രം സൂപ്പർ താരങ്ങൾ മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെ അഭിനയിക്കുന്ന പാട്രിയറ്റ് എന്ന സിനിമയുടെ ചിത്രീകരണമാണ് ഹൈദരാബാദിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സിനിമയിൽ ഒരു കഥാപാത്രമായിട്ട് ഇപ്പോൾ മിക്ക സിനിമകളിലൂടെയും തിളങ്ങുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരം ശരത് സഭയും അഭിനയിക്കുന്നുണ്ട്. നമസ്കാരം. മമ്മൂക്കിയുടെ ഒരു തിരിച്ചുവരവ് വലിയ സന്തോഷമാണ്. എല്ലാവരും ആ രീതിയിലായിരുന്നു നമ്മളോട് സംസാരിച്ച്. ശരത്തേട്ടൻ എന്താ പറയുക? അല്ല, നമ്മളും അതിന് കാത്തിരുന്നതാണല്ലോ ആ നിമിഷത്തിൽ. ഇന്ന് ആളുടെ കൂടെ ഉള്ളൊരു സീനുമാണ് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷത്തിലാണ്. മമ്മൂക്കയുടെ കൂടെ ആദ്യമായിട്ടാണോ അഭിനയം? അല്ലല്ല, കണ്ണൂർ സ്കോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ക്യാരക്ടറാണെന്നാണല്ലോ പറയുന്നത്. അല്ല, ഞാൻ എൻ്റെ ആയിട്ടില്ല, ഉച്ചയ്ക്ക് ശേഷം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഇന്നലെ വന്നു, ഇപ്പം ഇവിടെ എത്തിയതേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടില്ല ആരെയാണ്. ഷൂട്ടിങ്ങിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എൻ്റെ പരിപാടി. ലോകയിലെ ക്യാരക്ടറൊക്കെ ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത് വലിയ പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു, ആളുകളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ജനുവിന് ശേഷം പിന്നെ വീണ്ടും ഒരു വലിയൊരു ഹൈപ്പ് എന്നൊക്കെ പറയുന്ന പോലെ കൂടുതൽ ആൾക്കാർ റെസ്പോണ്ട് വരുന്ന സിനിമ ലോക ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട്. സജിയേട്ടാ, ഇതൊരു വൈറൽ മീമായി മാറിയിരുന്നു ഇതിന്. അതെ, വലിയൊരു പ്രോജക്റ്റാണല്ലോ. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കൊക്കെ ഉണ്ടല്ലോ ഇതിൽ വരുന്നത്. അതെ അതെ, വളരെ നന്ദി. എന്തായാലും ആ ഒരു സന്തോഷമാണ് അദ്ദേഹം നമ്മളോടും പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖർ ലൈക്കൊപ്പം റിപ്പോർട്ടർ മുബഷീർ പി അക്ബർ, റിപ്പോർട്ടർ ഹൈദരാബാദ്. അതാണ് മലയാള സിനിമയിൽ ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് ശരത് സഭ. ഒരുപാട് പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. മമ്മൂട്ടിയുടെ കൂടെയും അദ്ദേഹം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമാ വിശേഷങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി എല്ലാറ്റിനെയും അതിജീവിച്ച് മടങ്ങി വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്ന നടൻ മധുപാൽ. സിനിമാ മേഖലയിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിമോഹിച്ചിരുന്നത് മമ്മൂട്ടിയുടെ അടുത്തെത്തിയായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹം മാറി നിൽക്കുന്നത് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. വലിയ ഉൾക്കരുത്തുള്ള വ്യക്തിയാണ് മമ്മൂട്ടി. മലയാളികൾക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവർക്കും അദ്ദേഹം ഒരു ഊർജ്ജമാണെന്നും മധുപാൽ പറഞ്ഞു. മലയാള സിനിമയിൽ ഏതൊരു പ്രശ്നമുണ്ടായാലും ആദ്യം ചെല്ലുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മഹാമനുഷ്യൻ്റെ അടുത്തേക്കാണ്. എന്ത് ഇഷ്യൂ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തോടാണ് പലപ്പോഴും പല കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരൊരു മനുഷ്യൻ ഏതെങ്കിലും തരത്തിൽ മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് മലയാള സിനിമ ഒരിക്കലും അംഗീകരിക്കില്ല. മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതിജീവിക്കാനുള്ളൊരു മനസ്സ് മമ്മൂട്ടിക്കുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എന്തു പ്രശ്നമുണ്ടായാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ മനുഷ്യൻ മലയാള സിനിമയിൽ എത്തും. മലയാള സിനിമയുടെ ഭാഗ്യമാണ് അക്ഷരാർത്ഥത്തിൽ മമ്മൂട്ടി എന്ന നടൻ. ഞാനൊരു കുറേ കാര്യങ്ങളും മറ്റും കൈരളി ചാനലുമായി ബന്ധപ്പെട്ടും അതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്തും പലതരത്തിലും പല അവസ്ഥകളിലും അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് തിരിച്ചറിഞ്ഞത് കരുത്തുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് മമ്മൂക്ക. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഭിന്നശേഷിക്കാരായ ഒരു പറ്റം മനുഷ്യരും അവർ ആശ്രയിക്കുന്ന ഒരു സംരംഭവുമാണ്. പ്രിയ പ്രതിഭ എന്ന കറി പൗഡർ. 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ മമ്മൂട്ടി നൽകിയ പരസ്യത്തിലൂടെയാണ് പ്രിയ പ്രതിഭയെ ജനമറിഞ്ഞത്. മലയാളത്തിന്റെ മഹാനടൻ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തുമ്പോൾ ഭിന്നശേഷിക്കാരായ ഒരുപറ്റം മനുഷ്യരുടെ ഹൃദയങ്ങളിലും പുഞ്ചിരി വിരിയുകയാണ്. പ്രതിസന്ധി കാലത്ത് ദൈവദൂതനെ പോലെ അവർക്കായി രക്ഷാകരം നീട്ടിയത് മമ്മൂട്ടിയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനം നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംരംഭമായ പ്രിയ പ്രതിഭ എന്ന കറി പൗഡറിനാണ് മമ്മൂട്ടിയുടെ ഇടപെടൽ പുതുജീവനേകിയത്. ഭിന്നശേഷിക്കാരായ മക്കളുടെ ജീവിതത്തിന് വേണ്ടി നടത്തുന്ന പ്രസ്ഥാനത്തിനായി പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ മമ്മൂട്ടി പരസ്യം ചെയ്തു.
മലയാളത്തിൻ്റെ മഹാനടൻ പത്മശ്രീ ഭരത് മമ്മൂട്ടിയുടെ നാമമാണ്. ഒരു കാലയളവിൽ കോവിഡിൻ്റെ പ്രതിസന്ധി മൂലം മന്ദീഭവിച്ചിരുന്ന ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നൽകിയ പുതുവെളിച്ചം അതൊരു ദൈവദൂതനെ പോലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്നുള്ളതാണ്. തങ്ങളെ കൈപിടിച്ചുയർത്തിയ മമ്മൂക്ക പ്രതിസന്ധി കാലത്തെ തരണം ചെയ്ത് സജീവമാകുന്നതിന്റെ സന്തോഷത്തിലാണ് സ്ഥാപനത്തിലെ ജീവനക്കാരും. ബഹുമാനപ്പെട്ട മമ്മൂട്ടി സാറാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു വഴിത്തിരിവായി തീർന്നത്. അദ്ദേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ നിരന്തരം എന്നും പ്രാർത്ഥിക്കുന്നു. തിരിച്ചെത്തിയ മമ്മൂക്കയെ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇവരിപ്പോൾ. റിപ്പോർട്ടർ, കൊച്ചി. മമ്മൂട്ടിയുടെ മടങ്ങിവരവിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി സജി ചെറിയാനും പറയുന്നു. റിപ്പോർട്ടറിനോട് അദ്ദേഹം പ്രതികരിച്ചു. കേൾക്കാം. ആരോഗ്യവാനായി തിരിച്ച് വന്ന് മലയാള സിനിമ അഭിനയ രംഗത്തേക്ക് ഇന്നിപ്പോൾ വീണ്ടും ശക്തമായി തിരിച്ചു വന്ന മമ്മൂക്കായ്ക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം ഉണ്ടായ സമയം മുതൽ കേരളത്തിലെ എല്ലാ മനുഷ്യരും, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ എല്ലാവരും അതികഠിനമായ ദുഃഖത്തിലായിരുന്നു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ഭേദമായി തിരികെ വരണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സമ്പൂർണമായി രോഗം ഭേദമായി തിരികെ വന്നു. പഴയതുപോലെ തന്നെ അതിനേക്കാൾ ആരോഗ്യവാനായി സിനിമ അഭിനയ രംഗത്തേക്ക് കടന്നു വരാൻ കഴിഞ്ഞതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതാണ് ഇത്രയും സമയം നമ്മൾ മമ്മൂട്ടിയുടെ പ്രതികരണം കണ്ടു കഴിഞ്ഞു. മമ്മൂട്ടിയുടെ മടങ്ങിവരവിനെ കുറിച്ചുള്ള ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ കണ്ടു കഴിഞ്ഞു. ഹൈദരാബാദിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ഒരുപാട് വിവരങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പാണ്. വിഷു റിലീസായി ആ പടം കൂടി എത്തുമ്പോൾ പിന്നെ അത്രത്തോളം സന്തോഷമാണ്.